പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ജിയോഗ്രഫി ചോദ്യങ്ങളാണ്. 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ഏതുതരം ലാവാശിലകളാൽ നിർമ്മിതമാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ഏതുതരം ലാവാശിലകളാൽ നിർമ്മിതമാണ്? ഉത്തരം, ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്നും വിളിക്കുന്നുണ്ട്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഇത് ഈ മേഖലയുടെ ഒരു സവിശേഷതയാണ്. കറുത്ത മണ്ണ് റിഗർ മണ്ണും എന്നറിയപ്പെടുന്നുണ്ട്. ഈ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫലപുഷ്ടി കൂടുതലാണ്, അതേപോലെ ജലസംഭരണ ശേഷിയുമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നുണ്ട്. പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കറുത്ത മണ്ണ്. അതുകൊണ്ട് ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. റിഗർ മണ്ണിലെ പ്രധാനപ്പെട്ട ധാതു ലവണങ്ങൾ ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയവയാണ്. അപ്പോ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന മേഖല കൂടിയാണ് ഈ വടക്കു പടിഞ്ഞാറ് ഭാഗം. ഇത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കണ്ടുവരുന്നത്. അടുത്ത ചോദ്യം, പീഠഭൂമിയെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? പീഠഭൂമിയെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? ഉത്തരം, 3 ഭാഗങ്ങളായിട്ടാണ് പീഠഭൂമിയെ തിരിച്ചിരിക്കുന്നത്. ഇത് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പീഠഭൂമി എന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായിട്ടുള്ള ഉപരിതലത്തോടു കൂടിയതുമായിട്ടുള്ള ഭൂപ്രദേശങ്ങളാണ്. ഈ പീഠഭൂമിയെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് 3ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പേര് ഇതെന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമി. 2 പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. 3ാമത്തേത് വൻകര പീഠഭൂമികളാണ്. ഇത് സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതേപോലെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഈ പീഠഭൂമിയെ നമുക്ക് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെക്കാൻ പീഠഭൂമി എന്നും മറ്റൊന്ന് മധ്യ ഉന്നത തടം എന്നുമൊക്കെയാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് 3ആയിട്ട് തിരിച്ചതാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ്? ഉത്തരം, ആനമുടിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സത്പുര പർവ്വതനിരക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സത്പുര പർവ്വതനിരക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, മധ്യ ഉന്നത തടം എന്നാണ് അറിയപ്പെടുന്നത്. സത്പുര പർവ്വതനിരക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഏത്? മധ്യ ഉന്നത തടം. ഈ പീഠഭൂമി മാൾവ പീഠഭൂമി എന്നും വിളിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരികിലാണ് ആരവല്ലി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണെന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണ്? ഉത്തരം, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം, ഇവയെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ് ഇവയൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ ഏതാണ്? ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ ഏതാണ്? ഉത്തരം, പൂർവഘട്ടം. അടുത്ത ചോദ്യം, പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതൊക്കെയാണ്? ഉത്തരം, ആരവല്ലി മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങള്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എക്സാമിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.